എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്ന് എൻ്റെ ടോപ്പിക്ക് ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ബിഗ് ബോസിൽ കണ്ടിട്ടുള്ള ഒരു ആദില, നൂറ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളെ അവർ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്ന് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് വന്ന് പറയുകയും ലാലേട്ടൻ എന്നെ ശക്തമായിട്ട് എതിർക്കുകയും ഞങ്ങൾക്കില്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്താണ് എന്ന് ചോദിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ലാലേട്ടൻ്റെ എടുത്ത ഒരു തീരുമാനം വളരെ നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ഈ ഇങ്ങനെയുള്ളവരെ, അതായത് ഇപ്പോൾ അവരെ ലെസ്ബിയൻ കപ്പിൾസ് ആണ് ഈ ആദില, നൂറ എന്ന് പറയുന്നവര്, അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്നുള്ള ഒരു മനോഭാവം ഇപ്പോൾ ഒരു ലക്ഷ്മിയിലോ അല്ലെങ്കിൽ ഒരു ലക്ഷ്മണനിലോ നിൽക്കുന്ന ഒരു കാര്യമല്ല. അത് സ്വാഭാവികമായിട്ട് പൊതുസമൂഹത്തിന് മൊത്തത്തിൽ തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് സമൂഹത്തിന് ഇങ്ങനെയുള്ള ഒരു തോന്നൽ ഉണ്ടാവുന്നത്? നമ്മൾ ഇന്ന് തേർഡ് ലെൻസ് വെച്ചിട്ട് ഇതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു ലെസ്ബിയൻ കപ്പിൾസിനെയോ അല്ലെങ്കിൽ ഒരു ഗേ കപ്പിൾസിനെയോ ഇനി ഇതൊന്നുമല്ല, ഈ LGBTQ എന്ന് പറയുന്ന ആ ഒരു സ്പെക്ട്രത്തിൽ വരുന്ന ഏതൊരു മനുഷ്യനായാലും അയാളെ കാണുമ്പോൾ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന് അവരോട് വെറുപ്പും വിദ്വേഷവും ഒക്കെ തോന്നുക എന്ന് പറയുന്നത് വളരെ സാധാരണമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പലതരത്തിലുള്ള ഘടകങ്ങളുണ്ട്. ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ പലതരത്തിലുള്ള ഘടകങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ സ്ട്രക്ചറിങ് ആണ്. അതായത് ഇത് ഇന്ന പോലെ അങ്ങനെ സംഭവിക്കാവുള്ളൂ, ഇന്നാർക്ക് ഇന്നത് അങ്ങനെ മാത്രമേ സംഭവിക്കാൻ പാടുള്ളൂ എന്ന് ഒരു സോഷ്യൽ സ്ട്രക്ചറിങ് ഇവിടെ ഉണ്ട്. അതിന് നമ്മൾക്ക് വേണമെങ്കിൽ ഒരു ബാൻഡ് വാഗൺ ഇഫക്റ്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ബാൻഡ് വാഗൺ ഇഫക്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ, അതായത് ഒരു കൂട്ടം ആൾക്കാർ ആചരിച്ചു പോരുന്നത് എന്താണോ അതിനെ ചോദ്യം ചെയ്യാതെ അത് പറയുന്നത് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും മനുഷ്യർക്ക് ഈ ബാൻഡ് വാഗൺ ഇഫക്റ്റിനോട് ഒരു പേടി കൂടിയുണ്ട്. അതായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൊത്തത്തിലുള്ള സമൂഹത്തിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള നല്ലതോ മോശമോ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമൂഹത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ടു പോകും എന്നുള്ള ഒരു ഭയം ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഓരോ വ്യക്തിക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഈ ബാൻഡ് വാഗൺ ഇഫക്റ്റുകളെയൊന്നും ആൾക്കാർ ഇങ്ങനെ ചോദ്യം ചെയ്യാതെ ഇങ്ങനെ വെറുതെ വിട്ട് എന്താണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേ വഴിക്കും ഒന്നും ആലോചിക്കാതെ അങ്ങ് പോകുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ മതങ്ങളാണ്. എല്ലാ മതങ്ങൾക്കും ഏകദേശം ഒരേ സ്വഭാവം തന്നെയാണ്. അപ്പോൾ അതിൽ ഈ LGBTQ സ്പെക്ട്രത്തിൽ വരുന്ന ആരെയും ഒരു മതവും അത് വലിയ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവനോ അല്ലെങ്കിൽ അവൾക്കോ ഒരു പിന്തുണ നൽകുകയോ ഒന്നും ചെയ്യുന്നില്ല, ചെയ്യാറുമില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മതങ്ങളുടെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പോളിസി ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുക, അത് വെച്ച് സമൂഹത്തിൽ അവൻ ഏതാണോ മതങ്ങൾ അതിൻ്റെ ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂട്ടുക, അങ്ങനെ അത് വെച്ചിട്ട് അതായത് മതത്തിൻ്റെ പുരോഹിതർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണോ അവിടത്തേക്ക് എത്തിപ്പെടുക. അതൊക്കെയാണ് മതങ്ങൾ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇതിനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് ഈ LGBTQ സ്പെക്ട്രം. അതുകൊണ്ട് തന്നെ ഒരു മതവും ഈ വക LGBTQ സ്പെക്ട്രത്തിൽ വരുന്ന ഒരു മനുഷ്യനെയും അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമുക്ക് ഈ സമൂഹത്തിന്റെ മാനസികാവസ്ഥ പറ്റിയിട്ട് ഒരു കൃത്യമായ ബോധ്യമില്ലാത്ത ഒരവസ്ഥയാണ്. അതിന് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് വരാവുന്ന ഒരു പ്രശ്നമാണത്. അതായത് ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ഏതാണോ നമുക്ക് ജോലി, ആ ജോലിയിലേക്ക് നമുക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പെടുക. അതായത് സ്കിൽഡ് വർക്കേഴ്സ് ആണ് ഇപ്പം നമുക്ക് അധികമായിട്ടുള്ളത്. അതായത് നമ്മളൊരു സ്കില്ല് പഠിക്കുന്നു, നമ്മൾ അതിൽ എക്സ്പെർട്ടീസ് ആകുന്നു, നമ്മൾ അതിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നു, നമ്മുടെ മൊത്തം ബോധവും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഏർണിങ്സ് എങ്ങനെ നമുക്ക് ടോപ്പ് റേറ്റഡ് ആക്കാം എന്നുള്ളതിലേക്ക് മാത്രം ഒതുങ്ങിപ്പോവുകയും ഈ സമൂഹം, ശാസ്ത്രം അല്ലെങ്കിൽ അങ്ങനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ബോധം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടും കാണുന്ന സമൂഹത്തിലുണ്ടാവുന്ന ബോധം മാത്രമാവുകയും നമുക്ക് സോഷ്യലായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു തീരുമാനമോ അല്ലെങ്കിൽ ഒരു അഭിപ്രായമോ ഇല്ലാത്തൊരവസ്ഥയോ ഒക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടായി വരികയാണ് ചെയ്യുന്നത്.
ഇനി വരാവുന്ന വലിയൊരു പ്രശ്നമാണ്, അതായത് ഈ ലെസ്ബിയൻ കപ്പിൾസിനെയോ അല്ലെങ്കിൽ ഗേ കപ്പിൾസിനെയോ ഒക്കെ നമ്മൾ നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സ്വീഡൻ പോലെയുള്ള രാജ്യത്തൊക്കെ അവിടെ ഗേ കപ്പിൾസിൻ്റെയോ അല്ലെങ്കിൽ അതിനോട് താല്പര്യമുള്ള സ്റ്റുഡൻസിൻ്റെയോ എണ്ണം ഏകദേശം 1500 ഇരട്ടിയായിട്ട് കൂടിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതിൽ സംബന്ധിച്ച് പലതരത്തിലുള്ള പഠനങ്ങൾ നടക്കുകയും അതിനകത്ത് പറയാവുന്ന, അതായത് ഒരു ക്രോമസോമിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് എന്ന് പറയുകയും, അങ്ങനെ ഒരു ഗേയോ അല്ലെങ്കിൽ ഒരു ലെസ്ബിയനോ ആവാൻ ഒരു തരത്തിലുള്ള ക്രോമസോമിന്റെ സാധ്യതകളോ അല്ലെങ്കിൽ ക്രോമസോമിന്റെ പിന്തുണയോ ഇല്ല എന്നും ഇപ്പോൾ സയൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് ക്രോമസോമോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ആരായിരുന്നാലും ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കാൻ എല്ലാ തരത്തിലുള്ള അർഹതയും അവന് അതിനുള്ള കഴിവും എല്ലാം ഉണ്ട്. നമ്മളുടെ ഒരു സാമൂഹ്യ ബോധത്തിൽ വെച്ച് നോക്കുമ്പോഴാണ് അവർ ശരിയല്ല അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളൊരു ബോധത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ഒരു മനുഷ്യന് ഒരാളോട് ഇഷ്ടം തോന്നുന്നതും അല്ലെങ്കിൽ അയാളുടെ കൂടെ ജീവിക്കുന്നതും ഒക്കെ അയാളെ സംബന്ധിക്കുന്ന കാര്യമാണ്. അത് അങ്ങനെ തന്നെ വിട്ടാൽ മതി, അത്രേ ഇതിനകത്ത് ചെയ്യാനുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഓസ്ട്രേലിയൻ ഷെഫ് ഉണ്ട്, കെയ്ലി കോങ് എന്നാണ് അവരുടെ പേര്. ഞാൻ വർഷങ്ങളായിട്ട് അവരുടെ വീഡിയോസ് കാണാറുണ്ട്. വളരെ ഭംഗിയുള്ള ഇതാണ്. അവർ നല്ലൊരു ആങ്കറാണ്, നല്ലൊരു കുക്കാണ്. അവർ സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്നുണ്ട്. സാമ്പത്തികമായി വളരെ ഭദ്രമുള്ള ഒരവസ്ഥയാണ് അവർക്കുള്ളത്. അവർ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു നെൽ കോളിൻസൺ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്. അവരും ഒരു സ്ത്രീയാണ്. അവര് ഓസ്ട്രേലിയയിലെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന നല്ല സാമ്പത്തിക ഭദ്രതയുള്ള, നല്ല ആർട്ടിസ്റ്റിക് നോളജ് ഉള്ള, നല്ല ആർട്ടിസ്റ്റിക് കഴിവുകളുള്ള ഒരു സ്ത്രീയാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ചിട്ടാണ് ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കെയ്ലി കോങ് ഇവരെ വിവാഹം കഴിച്ചത് എന്ന് ഒരു ഇന്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട്. അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കെയ്ലി കോങ്ങിന്റെ ഫാമിലിയും അവര് വർഷങ്ങൾക്ക് മുന്നേ ചൈനയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയവരാണ്. അവിടെ കുടിയേറി താമസിക്കുമ്പോൾ ഈ കെയ്ലി കോങ്ങിന്റെ ഫാദറിന് മോർ ദാൻ 1 വൈഫ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ വൈഫും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ അതിൽ കുറെ കുട്ടികളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഒരു അച്ഛനിൽ നിന്നോ അല്ലെങ്കിൽ ഒരു അമ്മയിൽ നിന്നോ കിട്ടേണ്ടുന്ന സ്നേഹത്തിൽ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതായത് അവർക്ക് വേണ്ടുന്ന പരിഗണന കിട്ടിയിരുന്നില്ല എന്ന് അവർ രേഖപ്പെടുത്തുന്നുണ്ട്. അവരെ ആകെ കൂടി മെന്റലി സപ്പോർട്ട് ചെയ്തിരുന്നത് ഒരു വൃദ്ധയായ ഈ ഫാദറിന്റെ അമ്മ മാത്രമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളർന്നു വന്ന ആ ഒരു സ്ത്രീ ഒരു സമയത്ത് ഒരു തീരുമാനം എടുക്കുകയാണ്, ഞാൻ വിവാഹം കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ സെയിം ജെൻഡറിലുള്ള ഒരാളെ മാത്രമേ ഞാനത് കഴിക്കുകയുള്ളൂ എന്ന് അവർ തീരുമാനം എടുക്കുകയും അവർ ആ തീരുമാനത്തിൽ മുന്നോട്ട് പോവുകയും, അതായത് നീൽ കോളിൻസിനെ കണ്ടുമുട്ടുകയും അവർ വിവാഹം കഴിക്കുകയും അവർ സ്വസ്ഥമായി ജീവിക്കുകയും ആണ് ചെയ്യുന്നത്. പിന്നെ ഈ ഗേ കപ്പിൾസിനും ഇപ്പോൾ ലെസ്ബിയൻ കപ്പിൾസിനും ഒക്കെ ആവുമ്പോൾ സമൂഹം സ്വാഭാവികമായിട്ട് ചോദിക്കാവുന്ന ഒരു കാര്യമാണ്, അപ്പൊ ഇനി ഇവർക്ക് കുട്ടികളൊന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ. ഇതൊക്കെ വളരെ വില കുറഞ്ഞ ചില ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലോകത്ത് ഏകദേശം 700 കോടിയോളം മനുഷ്യരുണ്ട്. ഇനിയിപ്പോ ഒരു ലെസ്ബിയൻ കപ്പിൾസോ ഒരു ഗേ കപ്പിൾസോ ഒരു 2 ആളെ അല്ലെങ്കിൽ ഒരു 4 ആളെയോ കൂടി അധികം കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ. പിന്നെ നമ്മൾ ഒരു ഏത് മാനസികാവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ളതൊന്നും ഈ സമൂഹത്തെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും അല്ല. സമൂഹം എപ്പോഴും ജഡ്ജ്മെന്റലായിട്ടും നമ്മുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും മാത്രം ശ്രമിക്കുന്ന ഒരു പ്രത്യേക മെക്കാനിസമാണ്. അതിനെ അങ്ങനെ തന്നെ നമുക്ക് കാണേണ്ടതുള്ളൂ. പിന്നെ നമ്മുടെ മാനസികാവസ്ഥ എന്താണോ നമ്മൾ അതിന്, അതായത് നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമാണ് അങ്ങനെ ഒരു മനുഷ്യനൊരു മാനസികാവസ്ഥ വരാൻ ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തുക. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളോട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നലുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. ഇതിനെ ഒക്കെ വളരെ ചുരുക്കത്തിൽ ഒറ്റ മറുപടിയേ പറയാനുള്ളൂ. അതായത് ഈ ഓംലേറ്റ് നന്നല്ല എന്ന് പറയാൻ ഓംലേറ്റ് മുന്നേ കഴിച്ചിട്ടുള്ള ശീലം മതി, മുട്ടയിട്ട ശീലം ആവശ്യമില്ല. താങ്ക് യു.